ഫിഫ വേൾഡ് കപ്പിനും ഫോർമുല 1നും റഗ്ബി ഗെയിംസിലും ഭക്ഷണം വിളമ്പിയത് ഒരു മലബാറുകാരനാണ്. എന്തിനേറെ വരാൻ പോകുന്ന പാരീസ് ഒളിമ്പിക്സിനും രുചിക്കൂട്ടുകൾ തീരുമാനിക്കുന്നത് മലബാറിൽ നിന്നും വന്ന ഹൈറേഞ്ചുകാരനാണ്. ആരാണെന്നാവോ അല്ലേ? സ്പാഗോ ഇന്റർനാഷണൽ സിഇഒയും പെരുവന്താനം സെയിന്റ് ആന്റണീസ് കോളേജിന്റെ മാനേജറുമായ ശ്രീ ബെന്നി തോമസ് ആണ്. അന്താരാഷ്ട്ര രംഗത്ത് തിളങ്ങുമ്പോഴും മഞ്ഞിൽ പട്ടുടുത്ത് ഒരു വെള്ളി മാലാഖയെ പോലെ തിളങ്ങി നിൽക്കുന്ന പെരുവന്താനം സെയിന്റ് ആന്റണീസ് കോളേജിലെ ശരാശരി വിദ്യാർത്ഥികളെ അസാധാരണമായി ചിന്തിപ്പിച്ച് ലോക അതിർത്തി വരെ എത്തിക്കുവാനുള്ള നിശ്ചയദാർഢ്യം ഇദ്ദേഹത്തിന് സ്വന്തം. 11 രാജ്യങ്ങളിലെ സർക്കാരുകളുടെ ഇഷ്ടത്തോഴൻ, ക്രിയാത്മകത കൊണ്ടും കർമ്മശേഷി കൊണ്ടും ഫുട്ബോൾ ലോകകപ്പിൽ ഒരു ദിവസം 1,80,000 പേർക്ക് ഭക്ഷണം വിളമ്പിയ അസാധാരണ സംഘാടകനായ മാനേജ്മെന്റ് വിദഗ്ധൻ. അന്താരാഷ്ട്ര വേദികളിൽ തിളങ്ങി നിൽക്കുമ്പോഴും കാർഷിക മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ഒരു വേൾഡ് ക്ലാസ് ചിന്ത നൽകി സൗജന്യ വിസയും ഭക്ഷണവും താമസവും ലഭ്യമാക്കി ഇതിനോടകം 2 പ്രാവശ്യം ശമ്പളത്തോടു കൂടി പെരുവന്താനം സെയിന്റ് ആന്റണീസ് കോളേജിലെ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഇന്റേൺഷിപ്പ് നൽകി വ്യത്യസ്തനാകുന്നു. ആരും കാണാത്തത് കാണുകയും ആരും നടക്കാത്ത വഴികളിലൂടെ നടക്കുവാൻ യുവജനങ്ങളെ പ്രാപ്തമാക്കുന്ന ലോകോത്തര വിദ്യാഭ്യാസ ചിന്തകനാണ് അദ്ദേഹം. CA, CMA, ACCA, CMA US, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ്, റോബോട്ടിക്സ്, സൈബർ ഫോറൻസിക്, ഫാഷൻ ടെക്നോളജി, ഹോട്ടൽ മാനേജ്മെന്റ്, ഏവിയേഷൻ മാനേജ്മെന്റ് എന്നീ കോഴ്സുകൾ കുറഞ്ഞ ചെലവിൽ നാട്ടിൻപുറത്ത് അന്തർദേശീയ നിലവാരത്തിൽ എത്തിച്ച വിജ്ഞാന ലോകത്തിലെ സൂര്യ തേജസ്സാണ് ശ്രീ ബെന്നി തോമസ്. ജാടകളില്ലാതെ ദിവസവും 18 മണിക്കൂർ ജോലി ചെയ്യുന്ന ഇദ്ദേഹം പെരുവന്താനത്തെത്തുമ്പോൾ അനുഭവങ്ങളുടെ കലവറ തുറന്ന് ഗുരുശ്രേഷ്ഠനായി മാറുന്നു. ആരെയും അമ്പരപ്പിക്കുന്ന വേഗതയിൽ ചടുലമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഒരു ചോദ്യം: ഇതുകൊണ്ട് വിദ്യാർത്ഥികൾക്കും നാടിനും എന്തു ഗുണമുണ്ടാകും? കേരളത്തിലെ കോളേജുകളിൽ അഡ്മിഷൻ കുറയുമ്പോഴും ലോകോത്തര അനുഭവ സമ്പത്തിന്റെ ഭാണ്ഡക്കെട്ടഴിച്ച് നവനവങ്ങളായ കോഴ്സുകൾ പെരുവന്താനം സെയിന്റ് ആന്റണീസ് കോളേജിൽ അവതരിപ്പിച്ച് 100% അഡ്മിഷൻ നേടി ഒരു നവകേരള സൃഷ്ടിക്കായി കഠിന പ്രയത്നം നടത്തുന്ന അന്താരാഷ്ട്ര സംഘാടകൻ. പത്തരമാറ്റിന്റെ ശോഭയോടുകൂടി ഭൂമിയുടെ 4 അതിർത്തികളെ പെരുവന്താനവുമായി ബന്ധിപ്പിക്കുന്ന അസാധാരണ രുചിക്കൂട്ടുകളുള്ള ശ്രേഷ്ഠാചാര്യനായി തീരുന്നു ഇദ്ദേഹം. Hi, I'm Ronaldo. I'm the CEO of Spago International Group of Companies. As you all know, Spago operates in 11 countries and delivers the top 20 events in the world, which includes the FIFA World Cup, the rugby, the Formula 1, the Commonwealth Games, the Olympics, the Special Olympics, and you name any special the events in the world, it's all been carried by Spago. What differs Spago from the rest of the world is we have 3,000 plus dedicated staffs who thinks that Spago is their family and they work for their family day and night. And we also have the biggest inventory of equipments and the flying kitchens that makes our life very easier. So next time when you see a large catering anywhere in the world, you can believe that Spago is part of this catering. We make impossible things possible. ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡക്കാറിൻ്റെ കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇവിടെയാണ് എല്ലാ ടീം മെമ്പേഴ്സും അവരുടെ ടീമും എല്ലാവരും ഫുഡ് കഴിക്കുന്നത്. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് അകത്ത് കയറി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. മാൻ ഒരു കല്യാണ പന്തലിൽ കയറുന്ന പോലെയാണല്ലോ. നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ഇവിടുത്തെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു മലയാളിയാണ്. എവിടെ ചെന്നാലും മലയാളി, എവിടെ പോയാലും നമ്മൾ മലയാളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നൊരു മലയാളിയാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത് ഈ കാണുന്ന ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന്. ഫൈനലി ആളെ നമ്മൾ ഓൾമോസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. മലയാളിയാണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആളെ കിട്ടിയിട്ടുണ്ട്. മലയാളികളാണ്, മലയാളിയാണെന്ന് അറിഞ്ഞിട്ട്. അതും കണ്ണൂരാന്ന് പറഞ്ഞു. കണ്ണൂര്. നിങ്ങളെവിടെ? ഞാൻ ഇരിക്കുകയാണ്. അവൻ കണ്ണൂരാ? ആണോ? കണ്ണൂരാണ്. ഇത് അതിൻ്റെ ഒരു ഗമനം കാണുന്നില്ല. കണ്ണൂർ എന്ന് പറഞ്ഞ ആൾക്കാർ ഞാൻ പുടിയാമലക്കാരൻ. എൻ്റെ പേര് റൊണാൾഡോയാണ്. ഞാൻ കമ്പനിയുടെ CEO ആണ്.
അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഒരു കാണുന്ന തിരക്കിൻ്റെ ഇടയിൽ ആളെ കണ്ടുപിടിച്ചു കേട്ടോ. അപ്പം ഈ ഒരു എൻ്റയർ ആൾക്കാർ ഇപ്പോൾ നമ്മൾ മൊത്തം കണ്ടു. അവിടത്തേക്ക് എല്ലായിടത്തും ഫുഡ് സപ്ലൈ ചെയ്യുന്നത് ഇവരുടെ ടീമാണ്, അതൊരു മലയാളിയാണ്. ചേട്ടാ അപ്പം പറഞ്ഞോ. ഞങ്ങളുടെ കമ്പനിയുടെ പേര് സ്പാഗോ എന്നാണ്. സ്പാഗോ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ 11 രാജ്യങ്ങളിൽ ലോകത്തിലെ 20 ഏറ്റവും വലിയ ടോപ്പ് ഇവൻറ്റ്സ് കാറ്റർ ചെയ്യുന്ന കമ്പനിയാണ്. അതായത് ഞങ്ങൾ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫിഫയുടെ ഒഫീഷ്യൽ പാർട്ട്ണർ, ഫോർമുല 1ൻ്റെ ഒഫീഷ്യൽ പാർട്ട്ണർ, പിന്നെ അതുകൂടാതെ ഒളിമ്പിക്സ് അടുത്ത് വരാൻ പോകുന്ന ഫ്രാൻസിൽ നടക്കുന്ന ഒളിമ്പിക്സിൻ്റെ എൻ്റയർ കാറ്ററിങ് നടക്കുന്ന സ്പാഗോയാണ്. പിന്നെ ദക്കാറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യ വർഷമാണ്. അപ്പം ലോകത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സ്പോർട്സ് ഇവൻ്റ് എന്ന് പറയുന്നത് ദക്കാറാണ്. അവിടെ കാറ്ററിങ് ചെയ്യുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ഡിഫിക്കൽട്ടാണ്. അപ്പം ഒരു ദിവസം നമ്മൾ ഇവിടെ കാറ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 500 കിലോമീറ്റർ അകലെയായിരിക്കും അടുത്ത ദിവസം കാറ്ററിങ് നടക്കുക. അങ്ങനെ 12 ലൊക്കേഷൻസിലാണ് നമ്മൾ കാറ്ററിങ് നടക്കുന്നത്. അപ്പോൾ ഏത് സമയത്തും നമ്മൾ മൂവിങ്ങിലാണ്. അപ്പോൾ ഏകദേശം 4000-ഓളം ആൾക്കാരാണ് ഒരു നേരം ഇവിടെ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അതിനുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമ്മൾ മെയിനായിട്ടും ഫ്ലൈയിങ് കിച്ചൺസാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരുപാട് കിച്ചൺസും സെറ്റപ്പും പരിപാടിയുണ്ട്. ഏകദേശം 400 ആൾക്കാരോളം ഒരു സെറ്റിൽ ഒരേ സമയം ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് ആദ്യമാണ് ദക്കാറിലുള്ളത്. മറ്റേ എല്ലാ സ്പോർട്സ് ഇവൻറ്റിനേക്കാളും ഒത്തിരി ചലഞ്ചിങ് ആണ്. അപ്പം ഒരു പക്ഷേ ഒരു ലോകത്ത് തന്നെ ആദ്യത്തെ ഒരു മലയാളി ആയിരിക്കാം ഇതുപോലെയുള്ള ഒരു ഫീൽഡിൽ ജോലി ചെയ്യുന്നത്. ഈ കണ്ടതിൽ വളരെയധികം സന്തോഷം. ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി, ഒന്നോടെ ചോദിക്കാൻ. നാട്ടിൽ എവിടെയാണെന്നും കൂടെ ഒന്ന് പറഞ്ഞു. കണ്ണൂർ കുടിയാമല എന്ന് പറയുന്ന ഒരു ചെറിയ നാട്ടിലാണ് ജനിച്ചു വളർന്നത്. ആലോചിച്ച് വേണം, മലയാളിയുടെ പവർ ആലോചിച്ച് നോക്കിയേ. ആ ഒരു ചെറിയ ഗ്രാമം എന്നാണ് പറഞ്ഞത്. അവിടുന്ന് ഫിഫ കഴിഞ്ഞ വർഷം ഖത്തറിൽ നടന്ന ഫിഫയുടെ 95% കാറ്ററിംഗും ചെയ്തത് സ്പാഗോയായിരുന്നു. ഞങ്ങൾ ഏകദേശം 185,000 മീൽസ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രക്രിയയായിരുന്നു കഴിഞ്ഞ വർഷം. ആ ഒരു പക്ഷേ ഏറ്റവും വലിയ ഒരു ഇവൻ്റ് അത് തന്നെയായിരിക്കാം ഞങ്ങളെ സംബന്ധിച്ച്. ശരിക്കും നമ്മളൊരു മലയാളി ആയതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടാണ് കണ്ടുപിടിച്ചത്. ബട്ട് കണ്ട് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു പ്രൗഡ് മൊമെന്റോടെയാണ്. എന്തായാലും ഡക്കാർ നമ്മൾ മലയാളികൾ അങ്ങോട്ട് എടുക്കുക. അന്താരാഷ്ട്ര വേദികളിൽ ഭക്ഷണം വിളമ്പുമ്പോൾ ഇങ്ങ് പെരുവന്താനത്ത് സാധാരണക്കാർക്ക് ലോക നിലവാരമുള്ള തൊഴിലധിഷ്ഠിത ഉന്നത വിദ്യാഭ്യാസം നൽകി വ്യത്യസ്തനായി മുന്നേറുന്ന മാനേജറും ചെയർമാനുമായ ശ്രീ ബെന്നി തോമസ് സാറിന് സെയിന്റ് ആന്റണീസ് കോളേജ് കുടുംബത്തിന്റെ ആദരവ്.